അങ്ങനെ ഈ വർഷത്തെ എന്റെ രണ്ടാമത്തെ ഓർഗം കളഞ്ഞ പടത്തിനുള്ള അംഗീകാരം കിട്ടിയിരിക്കുകയാണ് പുഷ്പ 2. അതെ, നമ്മുടെ അല്ലു അർജുൻ നായകനായ, അതായത് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം മല്ലു അർജുൻ നായകനായ പുഷ്പ 2 മൂവി പോയി രാവിലെ പോയി കണ്ടു. 4 മണിക്കായിരുന്നു ഷോ. രാവിലെ ഒരു 3 മണിയായപ്പോ തന്നെ എഴുന്നേറ്റ് പോയി ഇത് കണ്ടു. ഇതും നമ്മുടെ കങ്കു പോലെ തന്നെ നല്ല രീതിയിൽ പ്രൊമോഷൻ വീഡിയോ എല്ലാം കണ്ടതാണ്. അപ്പൊ പ്രൊമോഷൻ വീഡിയോയിൽ ഒരു സ്റ്റേജിൽ വന്നപ്പോ പറഞ്ഞ ഈ ഡയലോഗ്, and my promise is December 5th when you watch Pushpa 2, I promise you that you're not going to be itta sa bhi disappointed. I promise you, you're going to party in the theater, you're going to dance with us, you're going to be singing with us, you're going to be repeating our dialogues, you're going to be having mad fun. ഇതേപോലത്തെ ഡയലോഗ് എവിടെയോ And இப்பவும் சொல்றேன், 14th of November கங்குவா நெருப்பு மாதிரி இருக்கும். It will all satisfy you in a big way. We are all very excited about the film. Everybody is excited about this film. For 2.5 hours, humbly, again I very humbly say, we are never seen before experience. ഇനി അന്ധവിശ്വാസമാണെന്ന് അറിയില്ല, ഈ വക ഡയലോഗാണോ ഇനി പ്രശ്നങ്ങളായി വരുന്നത്? എന്തായാലും പടം അല്ലു അർജുൻ പറഞ്ഞ പോലെ തന്നെ പുഷ്പ നാഷണൽ ആണെന്ന് കരുതണ്ട, ഇന്റർനാഷണൽ. അതെ, ഇന്റർനാഷണലി മിക്കവാറും പടം ഫ്ലോപ്പ് ആവും. കാരണം ഫയർ എന്നല്ലേ? വൈൽഡ് ഫയർ. അതെ, വേൾഡ് ഫയർ പോലെയാണ് പൊട്ടാൻ പോകുന്നത്. പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. കാരണം പുഷ്പ എന്നുള്ള നമ്മൾ പുഷ്പ കണ്ടപ്പോ നമുക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ആ ഒരു ലെവലിലായിരിക്കും ഈ മൂവി എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിക്ക് മേലില് വന്നാലേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പോയി കണ്ടത്. പിന്നെ അല്ലു അർജുന്റെ മാസും കാര്യങ്ങളും, പിന്നെ നമ്മുടെ മലയാളികളുടെ സ്വന്തം ഫാസ്റ്റ് ഫാസിലും കൂടി ഉള്ളതാണ്. പാർട്ടി ഉണ്ട് പുഷ്പ, പാർട്ടി ഉണ്ട്. എന്തായാലും ആ ഒരു സംഭവമൊക്കെ പ്രതീക്ഷിച്ചാണ് മൂവി പോയി കണ്ടത്. പക്ഷേ നമുക്ക് അതില് കാണാൻ പറ്റുന്ന അത്രയും വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പിന്നെ കുറെയൊക്കെ എവിടേക്കോ എന്തൊക്കെയോ എലമെന്റ്സ് മിസ്സിംഗ് ആണ്. കാരണം എന്തൊക്കെയോ ആദ്യം ഒരു സീൻ കാണിച്ചായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സീനെ കുറിച്ച് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വേറെ എങ്ങും കിട്ടിയില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴേക്കും പടം തീർന്നു എഴുതുന്നതാണ് എഴുതി കാണിക്കുന്നത്. അതായത് ഈ പറഞ്ഞ 3.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പടം തീർന്നതാണ്. അപ്പൊ ആ ആദ്യം കാണിച്ച സീൻ അത് എവിടെ പോയി, എന്താണ് അത് വെച്ച് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. രണ്ടാമത് നമ്മുടെ ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പയില് ഒരു സൈക്കോ പോലീസായിട്ടാണ് പുള്ളിനെ കാണിച്ചത്. ആദ്യത്തേല് പുള്ളിനെ തളർത്തി കളഞ്ഞാണ്. അപ്പൊ രണ്ടാമത്തെ സീനിൽ എന്റെയൊക്കെ പ്രതീക്ഷ എന്ന് വെച്ചാല് മാസമായിട്ട് പുഷ്പക്കിട്ട് എന്തെങ്കിലും പണി കൊടുക്കും. ഓക്കെ, എന്ത് വന്നാലും പുഷ്പ വിജയിക്കുള്ളൂ, എന്നാലും മാസമായിട്ട് നല്ലൊരു പണി കൊടുക്കും എന്നുള്ളത്. പക്ഷെ ആ ഒരു പണിയൊന്നും സെക്കൻഡ് പുഷ്പ 2 വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു സംഭവം ഒന്നും വന്നിട്ടില്ല. അതുമല്ല, പുള്ളീനെ വേറെ ആൾക്കാരൊക്കെ വന്ന് കൺട്രോൾ ചെയ്യണം. അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളല്ല. കാരണം പുള്ളി ഒരു സൈക്കോ ആണ്. വണ്ടി കയറിയിട്ട് കസേര പുറയിലോട്ടിട്ടാന്ന് നോക്കിയപ്പോൾ സ്പേസിൽ എന്ന് പറഞ്ഞ 2 പേരെ കൊന്നുകളഞ്ഞ ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ വേറൊരു ടീം വന്ന് പുള്ളീനെ കൺട്രോൾ ചെയ്യുക, അതൊക്കെ അങ്ങനെ ദഹിച്ചില്ല. എന്ത് വന്നാലും അല്ലു അർജുന്റെയും ഈ പറഞ്ഞ പോലെ രശ്മിയുടെയും അതേപോലെ തന്നെ ആക്ടേഴ്സിന്റെ ഒക്കെ, അതായത് നമ്മുടെ ഫഹദ് ഫാസിൽ, ഇവരുടെയൊക്കെ അഭിനയം അടിപൊളിയായിരുന്നു കേട്ടോ. അഭിനയത്തെ കുറിച്ച് ഒന്നും പറയാനില്ല, എപ്പോഴും പറയുന്ന പോലെ അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ എവിടെയോ എന്തോ ഭയങ്കര ഒരു മിസ്സിങ്. അതാണ് ഈ പടത്തിന് ഇത്രയും ഒരു ഇതിലോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ പടത്തിലുള്ള പാട്ട്, ഒത്തിരി പാട്ട്, ചില ഭാഗങ്ങളിൽ ഒത്തിരി പാട്ട് കുത്തിക്കയറ്റിയ പോലെ. കാരണം ഒരു പാട്ട് കഴിഞ്ഞങ്ങടെ തീരുമ്പോഴേക്കും അടുത്ത പാട്ട് വന്നു. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാല് അല്ലു അർജുൻ ആ സാരി ഉടുത്തിട്ടുള്ള പെർഫോമൻസ്, അത് സത്യം പറയാലോ ഗൈസ്, മസ്റ്റായിട്ട് അങ്ങനത്തെ ചില കാര്യങ്ങളാണ് ഈ പടത്തിൽ ഉള്ളത്. സത്യം പറഞ്ഞു, നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് പോയി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
കാണാനുള്ള എലമെന്റ്സ് ഈ വക കാര്യങ്ങൾ എന്താ പറയാ, പുള്ളിയുടെ ബോഡി ലാംഗ്വേജും ആ ആക്ഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്. അതൊക്കെ എടുത്ത് പറഞ്ഞേ പറ്റൂ. പിന്നെ ഫഹദിന്റെ ആണെന്നുണ്ടെങ്കിലും അഭിനയം സൂപ്പർ അടിപൊളിയാണ്. ആദ്യമേ വന്ന് കയറുന്നതും പിന്നെ പുള്ളിയുടെ ആ ഒരു പഴയ അതായത് പുഷ്പയിലെ ഒരു സൈക്കോ വന്ന ഒരു ആ ഒരു അതേപോലത്തെ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കുഴപ്പമില്ല. അതൊക്കെയാണ് ഈ മൂവിയിൽ ഉള്ളത്. വേറെ എന്തോ എവിടെയോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എന്തായാലും പിന്നെ വേറൊരു സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുഷ്പ 2 അവസാനിച്ചിട്ടില്ല, ഇനി പുഷ്പ 3 കൂടി വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു പോക്കാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ അല്ലു അർജുൻ വന്ന് ഏറ്റവും അവസാനം ഈ ലെവലിൽ ഇരിക്കേണ്ടി വരും. കാരണം 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് ഇപ്പൊ 3 ആയി. ഈ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും തന്നെ അല്ലു അർജുന്റെ അവസ്ഥ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പടം അത്ര അങ്ങോട്ട് പോരാ. 3.5 മണിക്കൂറുണ്ട് മൂവി. പിന്നെ ടിക്കറ്റ് എടുത്ത ആൾക്കാർക്ക് പോയി കാണാം. 1 ടൈം ആയിട്ട് വാച്ച് ചെയ്യുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. പുഷ്പ എന്നുള്ള ഒരു മൂവിയുടെ അത്രയും ഫസ്റ്റ് പാർട്ടിന്റെ അത്രയും എന്തായാലും സെക്കൻഡ് പാർട്ട് വന്നിട്ടില്ല. അപ്പൊ അത്രയും ഒന്നും പ്രതീക്ഷിച്ച് ആരും പോകണ്ട. അല്ലാതെ അല്ലു അർജുനെ ഇഷ്ടമുള്ള ആൾക്കാർ പോയി കാണാം.